ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ പ്രവീണയാണ്. ഓട്ടിസം ഉള്ള കുട്ടികളെ നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരിക, വിഷൻ ലോസ് ഉള്ളവർക്ക് നോർമൽ ഐസൈറ്റിലേക്ക് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് തരാൻ കഴിയുന്ന ഒരു ഡോക്ടറാണെന്ന് നമ്മൾ കേട്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. ഇത് നമുക്ക് 7 ദിവസം തുടങ്ങി 21 ദിവസം മതി. നമ്മുടെ ഇവിടുത്തെ പല രോഗങ്ങളും, എല്ലാ രോഗങ്ങളും അല്ല, ചില രോഗങ്ങളും ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബ്രെയിൻ ട്യൂമർ ഉള്ള ഒരു പേഷ്യൻ്റ് ആണെന്ന് വിചാരിച്ചോ, അവർക്ക് ഒരു 7 ദിവസം മതി. ഒരു 3-4 സെൻറ്റിമീറ്റർ ഉള്ള ബ്രെയിൻ ട്യൂമർ നമ്മൾക്ക് ഒരു 1.5 2 ഒക്കെ ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് MRI എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സൈസ് കുറഞ്ഞിട്ടുണ്ടാവും. അതിന് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷൻ ലോസും അതുപോലെ തന്നെ സെൻസസ് നഷ്ടപ്പെട്ട രോഗികൾ, ബ്രെയിൻ ട്യൂമർ ഉള്ള രോഗികൾ, അവർക്ക് ട്യൂമറിൻ്റെ സൈസ് കുറയൽ മാത്രമല്ല അവരുടെ വിഷൻ കൂടി നോർമലാവും. അതുപോലെ ഹിയറിംഗ് ലോസ് പോയിട്ടുണ്ടെങ്കിൽ അത് ഹിയറിംഗ് കറക്റ്റ് ആവും. അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിവേഴ്സ് ആവും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഓട്ടിസം ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ 7 സിറ്റിംഗ് മതി. 7 ദിവസത്തിൻ്റെ 7 സിറ്റിംഗ്. അതായത് നമുക്ക് ചെറിയ കുട്ടികൾ 8 വയസ്സ് വരെയുള്ള കുട്ടികളെ ഞാൻ സാധാരണ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടികളെ നോർമലാക്കുന്ന പറയുന്നത്, അല്ലാണ്ട് ഓട്ടിസ്റ്റിക് ക്യാരക്ടർ നിലനിർത്തിയിട്ട് അവരെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്. അവരെ നോർമൽ കുട്ടികളാക്കാൻ പറ്റും. കംപ്ലീറ്റ് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു കുട്ടി അങ്ങനെ ഭയങ്കര ഇന്റലിജന്റ് കുട്ടിയാവുന്നല്ല, സാധാരണ ഒരു നോർമൽ. അതായത് നമ്മളെ കണ്ടാൽ മനസ്സിലാവും, പഠിക്കാൻ പറ്റും, സാധാരണ സ്കൂളിൽ പോകാൻ പറ്റും, അവർക്ക് ഇമോഷൻസ് ഉണ്ടാവും. സാധാരണ ഒരു കുട്ടിയെ പോലെ തന്നെ സാധാരണ കുട്ടി ഇവർക്ക് എങ്ങനെയാ വെച്ചാൽ തീരെ മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചികിത്സ എന്ന് വെച്ചാൽ 7 ദിവസത്തെ 7 ദിവസം. അപ്പോൾ 7 മണിക്കൂർ ഈ കുട്ടീനെ വെച്ച് ഞാൻ ഇരിക്കുക എന്നാണ് ചികിത്സ, മരുന്ന് കൊടുത്തിട്ട്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം. അപ്പോൾ അത് വിശ്വസിക്കണോ ഇല്ലയെന്ന് തീരുമാനിക്കുന്നത് 7 ദിവസം കൊണ്ട് പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ 21 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് അവർക്ക്. അങ്ങനെ 7 സിറ്റിംഗ് ആണ് അവർക്ക് ഞാൻ പറയാം. പിന്നെ അടുത്തത് ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസ് ആണ്. അത് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ദിവസം 5 മണിക്കൂർ കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് സൈസ് കുറഞ്ഞു തുടങ്ങും. 7 മണിക്കൂർ കഴിയുമ്പോഴേക്കും അവർ തൊട്ട് നോക്കിയാലേ അറിയുള്ളൂ. അങ്ങനെ 7 ദിവസം കഴിയുമ്പോഴേക്കും ഒരു ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ മാറിപ്പോകും. മരുന്ന് മാത്രമല്ല, എൻ്റെ ഒരു ടെക്നിക്ക് ഉണ്ട്. എനിക്ക് ബ്രെയിൻ ട്യൂണിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊരു പ്രത്യേക ഒരു വൈബ്രേഷനിൽ നമ്മൾ ഒരു വോയിസിലാണ് വ്യത്യാസം. അത് എവിഡൻ്റ് ആണ്. അതായത് വെറുതെ നമ്മൾ സൈസ് കുറയുന്നത് മാത്രമല്ല കേട്ടോ, ബയോപ്സി ചെയ്ത് നോക്കും. ലാസ്റ്റ് ഞാൻ പെറ്റ് സ്കാനും കൂടി ചെയ്തിട്ടാണ് ഞാൻ അവർക്ക് രോഗവിമുക്തിയായി എന്ന് പറയുള്ളൂ. ഇപ്പം മെറ്റാസ്റ്റാസിസ് ആണെന്ന് വിചാരിച്ചോ, ഇപ്പം നമ്മൾ അത് 21 ദിവസമൊക്കെ വേണം. ഒരാൾ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഒരു 3rd സ്റ്റേജ് വരെ, അതായത് ഇപ്പോൾ ഓർഗൻ ഫെയിലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നടക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് മെറ്റാസ്റ്റാസിസ് സ്റ്റേജ് 21 ദിവസം മതി. 7 മണിക്കൂർ അങ്ങനെയൊക്കെ 4th എടുക്കും. പക്ഷെ ഫെയിലിയർ ആവരുത്. പിന്നെ ഇതേപോലെ തന്നെ ചികിത്സിക്കാൻ എപ്പിലെപ്സി ഉള്ള കുട്ടികൾ. ഈ എപ്പിലെപ്സി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇന്ന് വന്ന ഒരു 7 മാസം കഴിഞ്ഞ് വന്ന, അതല്ല. ഇവർ മരുന്ന് ഇങ്ങനെ കഴിച്ചിട്ടും ഇവർക്ക് എല്ലാ ദിവസവും എപ്പിലെപ്സി ഉണ്ടാവും. ചിലപ്പോൾ ഓരോ മണിക്കൂറിലുണ്ടാവും, അല്ലെങ്കിൽ ഓരോ 8 മിനിറ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ അതേപോലെ ICUലൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും കുട്ടികളെ. അങ്ങനെയുള്ള കുട്ടികളാണ് ഇവിടെ ചികിത്സിക്കുക. അങ്ങനെ ആ കുട്ടികൾക്ക് പക്ഷേ മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വരില്ല. പക്ഷേ കുറച്ച് റെജിംസ് പറയും. പിന്നെ വേറെ കുട്ടികൾ വരെ എങ്ങനെയാണെന്ന് വെച്ചാൽ മയോപ്പിയയുടെ കാര്യം പറഞ്ഞില്ലേ കുട്ടി, അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇപ്പോൾ ഒരു കണ്ണാട വെച്ചാൽ നമുക്ക് കാണുന്നുള്ള കുട്ടി ഒരു രോഗമുള്ള കുട്ടിയൊന്നുമല്ല. ഇത് നമുക്ക് കണ്ണാട വെച്ചാലും സ്നെല്ലൻ ചാർട്ട് 6 മീറ്ററിലോ കാണാൻ പറ്റില്ല. 20x20 ചാർട്ട്. അത് ചിലപ്പോൾ നെർവിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, വിഷൻ ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. കാരണം കണ്ണാട വെക്കാതിരിക്കും കുട്ടികൾ. അപ്പോൾ എന്താ ഉണ്ടാവുക, അവർക്ക് വിഷൻ ലോസ് വരും. അങ്ങനത്തെ കുട്ടികളെ നമ്മളിപ്പോൾ ഏത് ആയുർവേദ ആണെങ്കിലും എന്ത് അലോപ്പതി ആണെങ്കിലും റിവേഴ്സ് ആവില്ല, ട്രീറ്റ്മെൻറ്റ് ഇല്ല. അങ്ങനെയുള്ള കുട്ടികൾ വന്നോളൂ. അതാണ് അങ്ങനത്തെ പേഷ്യൻസിനെയാണ് ഞാൻ നോക്കുക. പിന്നെ ഉള്ളത് ഈ മറ്റേ മയോപ്പിയ ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഇപ്പോൾ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തു, പിന്നെ ഒരു ലൈഫ് ലോങ് ഈ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസോ എന്തെങ്കിലും റെജിംസോ ഒക്കെ? റെജിംസ് ഞാൻ പറയും. ഇതിപ്പോൾ ഈ എല്ലാ രോഗമുള്ള കുട്ടികൾക്കും ഞാൻ പറയും, നിങ്ങൾ വിചാരിക്കണം എല്ലാ ദിവസവും മരുന്ന് കഴിക്കുക, അങ്ങനത്തെ ഒന്നും വേണ്ട. അതുപോലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് വേണം. അത് മെയിനായിട്ട്. വെറുതെ ഇരുന്ന് ബുക്കും അല്ല മൊബൈലും കണ്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു അൺഹെൽത്തി ഹാബിറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ഉറപ്പായിട്ടും ഗാഡ്ജറ്റ്സ് അധികം ഉപയോഗിച്ചാൽ പിന്നെ ഇത് കണ്ണ് വീണ്ടും ഇല്ലോങ്ങേറ്റഡ് ആവും. അതില്ലാണ്ടിരിക്കാൻ അവർ ശ്രദ്ധിക്കണം. അല്ലാതെ ഇതിപ്പോൾ ഇന്നും മാറ്റി നാളെ വരെ അങ്ങനെയല്ല. 15 വയസ്സ് വരെയുള്ള കുട്ടികളെ ഞാൻ ഇങ്ങനെ എടുക്കുകയുള്ളൂ. അത് എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും ഹാർട്ട് പേഷ്യൻസിനെ നോക്കുന്ന ഡോക്ടറാണ്. ഇപ്പം 15 വർഷമായിട്ടും ഹാർട്ട് ഫെയിലിയർ വന്ന്, അതായത് ഹാർട്ട് മാറ്റി വയ്ക്കാൻ, അല്ലാതെ ബൈപ്പാസ് ചെയ്യാനോ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനല്ല, ഹാർട്ട് മാറ്റി വെക്കുക അല്ലെങ്കിൽ ICD വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന രോഗികളെ നോക്കുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. ഇത് എങ്ങനെ കണ്ടുപിടിച്ച? സത്യം പറഞ്ഞാൽ മാഡം ബേസിക്കലി ആയുർവേദ ഡോക്ടറാണ്. അതിൻ്റെ അച്ഛൻ ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ അച്ഛൻ ഈ ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ്, ഭയങ്കര സെൽഫ്ലെസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് അച്ഛൻ കൊടുക്കണ മരുന്ന്, അച്ഛൻ്റെ രോഗം, അച്ഛനെ കണ്ടാൽ തന്നെ രോഗം മാറും, അങ്ങനെയൊക്കെ രോഗികൾ പറയുന്നത് കേട്ടുമ്പോൾ ഇതിലെന്തപ്പോൾ നമ്മൾ സയൻസ് അല്ലേ പഠിക്കണം. അപ്പോൾ
എന്തുകൊണ്ട് പറയാ വെച്ചിട്ട് ഞാനിങ്ങനെ അപ്പോൾ ഈ മരുന്നുകൾ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, അത് സാധാരണ എല്ലാ ആയുർവേദിക് ഡോക്ടേഴ്സും കൊടുക്കുന്ന മരുന്നാണോ, അതോ അതിലെന്തെങ്കിലും വ്യത്യാസമോ പ്രത്യേകതയൊക്കെ ഉണ്ടോ? ആയുർവേദത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അലോപ്പതിയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്പെസിഫിക് മരുന്ന് ഇതിനെ പറ്റുള്ളൂ എന്നാണ്. നമ്മൾ ആയുർവേദത്തിൽ അങ്ങനെയല്ല, ഒരു മരുന്ന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ തറവാട്ടിൽ കുറേ ഗ്രന്ഥങ്ങളും ഇതൊക്കെ അച്ഛൻ കണ്ടുപിടിച്ചാണ് ഹാർട്ടിൻ്റെ ചികിത്സ. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തം ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അതായത് ഹൃദയേശ്വരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു രസായനം ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ സഹസ്രാരേശ്വരി എന്ന് പറഞ്ഞിട്ട് അത് ബ്രെയിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾക്കുള്ളത്, അത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു രസായനമാണ്. വെറും ആ രസായനം കഴിച്ചു എന്ന് വെച്ചിട്ട് ഒരാൾക്ക് രോഗം മാറുമൊന്നുമില്ല. ആ രസായനത്തിൻ്റെ കൂടെ നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തകളും ഒരേ ലൈനിലാക്കാൻ പറ്റണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരുന്നുകൾ ഒന്നാമത് നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കണം. അപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ ഒരാളും ഹാപ്പി ആയിരിക്കില്ല. പക്ഷെ എൻ്റെ മരുന്ന് ഭയങ്കര ടേസ്റ്റാക്കി ഞാൻ മാറ്റി. അതാണ് എൻ്റെ പ്രധാനം. അപ്പോൾ ഈ 7 ദിവസത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് മരുന്നുണ്ട്, ഈ ഒരു സൗണ്ട് ഹീലിംഗ് ഉണ്ട്, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഹീലിംഗ് ടെക്നിക്. ബ്രെയിൻ ട്യൂണിംഗ് ആണ്. നമുക്ക് ഒരു പ്രത്യേകതരം അത് ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പം മ്യൂസിക് തെറാപ്പി എന്ന് പറയും ആൾക്കാർ. അത് മ്യൂസിക് വെറുതെ പാടിയോണ്ടെന്ന് ഒരാൾക്ക് രോഗം മാറുമൊന്നുമില്ല. ആ ഫ്രീക്വൻസിയിൽ അവർ നമ്മൾ ഒറ്റ സെക്കൻഡിൽ അവർക്കൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും. ഒന്നും അറിയില്ല. അത് ഡീപ്പ് മെഡിറ്റേഷൻ. അതിന് എന്തോരം മെഡിറ്റേഷൻ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ സാധാരണ ഒരു മെഡിറ്റേഷനൊന്നും ഇതൊന്നും നടക്കില്ല. ആയുർവേദം എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾക്ക് ഇത് ക്ലിനിക്കലി പ്രൂവൺ അല്ല എന്നൊരു ധാരണ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഒപ്പീനിയനെ എങ്ങനെയാണ് മാഡം കാണുന്നത്? ക്ലിനിക്കലി പ്രൂവൺ ഉള്ളതുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. സിംറ്റം എന്താ വെച്ചാൽ ആയുർവേദത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ സിംറ്റംസ് പറഞ്ഞാൽ മതി, റൂട്ട് ഒക്കെ ശരിയാക്കുന്നൊക്കെ അവർ പറയാം. പക്ഷേ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യണം നമ്മൾ, എന്നാലാണ് ഒരു ഡോക്ടർ ആവുള്ളൂ. നിർബന്ധമാണ് ഇതെല്ലാം എടുക്കണം എന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ വെച്ച് കളിക്കാൻ പറ്റില്ല പേഷ്യൻസിനെ. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇത്രയും ക്രിട്ടിക്കൽ കേസസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഇത്രയും ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓട്ടിസ്റ്റിക് കുട്ടിയുടെ എപ്പോഴും ഞാൻ അതിങ്ങനെ എടുത്ത് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു കേസ് എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യണം ഈ പാരന്റ് എന്നെ അത്ര ഡെസ്പറേറ്റ് ആണ്. എന്നോട് പറയണം ഡോക്ടർ എന്ത് തന്നാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കുട്ടീനെ ശരിയാക്കി തരുന്ന ഒരാളല്ലാണ്ട് ഞാൻ എടുക്കില്ല. കണ്ണിൻ്റെ ഇപ്പം ഞാൻ പറയുന്നത് എങ്ങനെയാണ്, വിഷൻ ലോസ് ഉള്ള കുട്ടിയാണ്. അതായത് അകലേക്ക് നമുക്ക് കണ്ണാട വെച്ചാലും കാണാതെ ബ്രെയിനിന് പോലും പ്രശ്നം ഉണ്ടാകാവുന്ന തരത്തിലുള്ള രോഗങ്ങൾ എവിടെയും മാറാത്തതാണ് മണി ബാക്ക് ഗ്യാരണ്ടിയിൽ ചെയ്യുക. അതായത് ഞാൻ പറ്റിച്ചു, കാരണം ആരും വിശ്വസിക്കാത്ത കാര്യമാണ്. ഞാൻ 7 ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞ റിസൾട്ട് ഇല്ല, ഞാൻ ആ പൈസ തിരിച്ചു കൊടുക്കും അവർക്ക്. അതൊന്നും ഞാൻ ഒരു പൈസ പോലും ഞാൻ എടുക്കില്ല അവരുടെ. അപ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അങ്ങനത്തെ കേസാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഓരോ ദിവസത്തിന് ഇത്രയുണ്ട്. പ്രധാനമായിട്ടും അവരെനിക്ക് നിറഞ്ഞു തരണം. പിന്നെ മാഡം ഒരു ട്രസ്റ്റ് നടത്തുന്നുണ്ടെന്ന് നമ്മൾ കേട്ടു, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എന്നോട് നേരത്തെ ചോദിച്ചില്ലേ പൈസ എത്രയാണെന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് എത്ര തന്നാലും എനിക്ക് സന്തോഷമാണ്. അതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ, എൻ്റെ എല്ലാം എൻ്റെ അച്ഛനാണ്. അതായത് 4 വയസ്സ് തുടങ്ങിയിട്ട് ഒരു മോളെ ട്രെയിൻ ചെയ്ത അച്ഛനാണ് എല്ലാം. അതായത് അച്ഛൻ്റെ സ്വഭാവം കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛന് ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളെ അച്ഛനൊരു വീക്ക്നെസ്സാണ്. അങ്ങനത്തെ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാനൊരു ട്രസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഈ കിട്ടുന്ന പൈസ മുഴുവൻ ഞാൻ വെക്കുക. അപ്പോൾ ഞാൻ ഇവരും വരുന്ന ആൾക്കാരോട് ഇപ്പോഴും പറയും, നിങ്ങൾ പൈസ തരയിൽ ഒരു കണക്കും വിചാരിക്കണം. കാരണം ഒരു കുട്ടിയുടെ അന്ധത മാറ്റുമ്പോൾ 10 കുട്ടികൾക്ക് നമ്മൾ വെളിച്ചം പകർന്നുണ്ടായിരിക്കണം. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ 10 കുട്ടികളെ സ്കോളർഷിപ്പുള്ള, അതും ഒരിക്കലും അവരെ സഹായിച്ചു എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അവരുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കണം, അവരുടെ കഴിവുകൂടെ അവർ നേടിയെടുക്കണം. അങ്ങനത്തെ ഫീലിങ്ങിൽ നിങ്ങൾ ആൾക്കാരെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി എന്ത് നടക്കാത്ത കാര്യം നടന്നിരിക്കും. അത് അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ